ഞാൻ എപ്പോഴും ക്യൂരിയസ് ആവും, നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു വലിയ ജോബിലെത്തുക, അവിടെ നിന്ന് ഒരു വലിയ പേയ്മെന്റ് വാങ്ങുക, എന്നിട്ട് ഇങ്ങനെ സെറ്റിൽ ആയിട്ട് ഇങ്ങനെ പോകാന്നുള്ളത്. ഞാനെപ്പോഴും ആലോചിക്കും നിങ്ങൾ എന്തുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുക ഓണ്ടർപ്രണർഷിപ്പിലേക്കും ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്കൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത്. എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നാലും ഇന്ത്യയിൽ പോലുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരുപാട് റിസ്കുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് സ്റ്റാർട്ടപ്പിലേക്ക് നിങ്ങളൊരു ഫൗണ്ടർ ആവുന്ന രീതിയിലേക്ക് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു, എങ്ങനെയാണ് ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ചത്? ഇത് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിന് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മള് നമുക്കിപ്പോൾ ആദ്യം നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ തോന്നുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് നമുക്ക് തോന്നും. ഭയങ്കര ആഗ്രഹമായിരിക്കും. ജോലി കിട്ടി കഴിഞ്ഞ ഒരു കൊല്ലം കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ തോന്നുന്നു എങ്ങനെയെങ്കിലും കോളേജിൽ പോയാൽ മതി എന്ന് നമുക്ക് തിരിച്ചു തോന്നും. അതിൽ ഓരോ ലൈഫിലും എന്തുണ്ട്, ഓരോ ഫേസ് ഉണ്ട്. പിന്നെ നമ്മൾ മേ ബി ഒരു കല്യാണം കഴിച്ച് മേ ബി കുട്ടികളാകുന്ന വൈഫാവുന്ന കുട്ടികളാകുന്ന സമയത്ത് നമ്മുടെ തോട്ട്സ് എങ്ങനെ നമുക്ക് അവരുടെ കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളതായിരിക്കാം. എൻ്റെ എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് എത്രത്തോളം നമുക്ക് ഇമ്പാക്റ്റ് വിസിബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നെക്സ്റ്റ് ജനറേഷൻ ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നു, ടെക്കിൽ വർക്ക് ചെയ്യുന്നു. ആ ടെക്ക് കൊണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അത്ര വിസിബിൾ അല്ല. നമ്മുടെ ടെക്ക് ആരൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് വിസിബിൾ അല്ല. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം, മോശം കാര്യങ്ങൾക്കും ഇതേ ടെക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതെന്തല്ല, ഒട്ടും വിസിബിൾ അല്ല നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസ് ഇട്ട് XNY തുടങ്ങി, അതിനൊരു പാർട്ട് ടൈം കൈൻഡ് ഓഫ് ഹോബി പ്രൊജക്റ്റായി തുടങ്ങി. ഞങ്ങളൊരു 10 സ്റ്റുഡൻസ് നിന്ന് ഒരു 50 സ്റ്റുഡൻസിലോട്ട് എത്തി. അതൊരു 150 ആളായി, 400 ആളായി, 1500 ആളായി, ഒരു 2000 ആളായപ്പോൾ എനിക്ക് തോന്നി ആൻഡ് ദർ ആർ അപ്പുറത്തൊരു 150 സ്റ്റാഫ്. ഓക്കെ, ഒരു 150 സ്റ്റാഫ് XNY ലേണിങ്ങിലുണ്ട്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഇമ്പാക്ട്. ആൻഡ് ദാറ്റ് ഇമ്പാക്ട് വിൽ ബി മൾട്ടിഫോൾഡ് ഇഫ് ഐ സ്റ്റെപ്പ് ഇൻ ഫുൾ ടൈം. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ് എന്നുള്ളത്. നമ്മളൊരു ഫുൾ ടൈം സ്റ്റെപ്പ് ഇൻ ചെയ്താൽ ദർ ഈസ് സം കൈൻഡ് ഓഫ് ഇമ്പാക്ട് ദാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് വിൽ ലാസ്റ്റ് ജനറേഷൻ. ഇതിൽ പാഷനും നമ്മളെ സക്സസും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ചില ആളുകൾ പറയും നമ്മളെ പാഷനാണ് നമ്മളെ വർക്കാക്കിയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷനാക്കി എടുക്കേണ്ടതെന്ന് പറയും. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മൾ സക്സസ് ആയാൽ അത് നമ്മുടെ പാഷനായിട്ട് മാറുമെന്ന് പറയുന്നവരുണ്ട്. നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, ഒരു ഏരിയയിൽ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് പാഷനായിട്ട് മാറും, നമ്മൾ അതിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് നമ്മൾ പാഷനെ ഫോളോ ചെയ്യാണോ വേണ്ടത്? പ്യുവർലി ഒരുപാട് ആൾക്കാർ പറയുന്നത് അതാണ്. നമുക്ക് എന്താണോ ഉറക്കത്തിന് എണീച്ചിട്ട് എന്താണ് ചെയ്യാൻ തോന്നുന്നത്, അതാണ് നമ്മൾ പാഷനായിട്ട് എടുക്കണമെന്ന് പൊതുവെ പറയാറുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതില്? ഇപ്പൊ രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ വിളിച്ചോണ്ടി ഒരു ട്രിപ്പിന് പോകാൻ ഞങ്ങൾ റെഡിയാവും. ബിക്കോസ് ദാറ്റ്സ് അവർ പാഷൻ. നമ്മളെ രാത്രി നമുക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രാത്രി ചിലപ്പോൾ നിന്നൊരു മന്തി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാവും. പക്ഷെ അതിനെ നമുക്കൊരു കരിയർ ആക്കാൻ പറ്റുമോ? പറ്റിക്കോണമെന്നില്ല. പറ്റുന്ന ആൾക്കാർ വളരെ കുറച്ചായിരിക്കും, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു ഫുഡ് ബ്ലോഗേഴ്സിനോ ട്രാവൽ ബ്ലോഗേഴ്സിനൊക്കെ ആയിരിക്കും. എനിക്ക് പറയാനുള്ളതാണ്, നമുക്ക് എല്ലാ പാഷനെയും അറ്റ് ഫസ്റ്റ് സൈറ്റ് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിടിച്ചെന്താക്കാൻ പറ്റൂല, നമുക്ക് കരിയർ ആക്കാൻ പറ്റിക്കോണമെന്നില്ല. റൈറ്റ്? അതിന് നമ്മൾ എന്ത് വേണം? നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്ത് ദർ ഈസ് സംതിങ് കോൾഡ് കോമ്പൗണ്ടിങ് ഇൻ അവർ ലൈഫ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അറ്റ് സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഇതിങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വരും. നമ്മുടെ ഗ്രോത്ത് എന്നുള്ളത് ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള സംഭവമല്ല, എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള സംഭവം. ഈ എക്സ്പൊണൻഷ്യൽ മാത്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എക്സ്പൊണൻഷ്യൽ കർവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സ്ലോലി. ആ സ്റ്റാർട്ട് സ്ലോലി ആകുമ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, ഇപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഇത് മുന്നോട്ട് പോകില്ല എന്ന് നമ്മൾ നിർത്തും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് 2 വീഡിയോ ഇടുമ്പോൾ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നിർത്തും. റൈറ്റ്? അല്ലെങ്കിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംതിങ് ഷുഡ് ഗോ വൈറൽ, നമ്മൾ പോലും അറിയാത്ത എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വൈറാലിറ്റി വരും. പക്ഷേ ഈ വൈറാലിറ്റി എന്നുള്ളത് പോലും ആരും മനസ്സിലാക്കാത്തൊരു സംഭവം എന്ന് വെച്ചാൽ, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 10 വീഡിയോസോ 12 വീഡിയോസോ ഇടുമ്പോഴാണ് എന്ത് ചെയ്യുക, ഒന്ന് വൈറൽ ആവുക എന്നുള്ളതാണ് പല ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. ഇതേപോലെ തന്നെയാണ് പല ആൾക്കാർക്കും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്തുകൊണ്ടാണ് ആവാതെ പറ്റാത്തത്? അവർ ചിലപ്പോൾ പാഷനേറ്റ് ആയിരിക്കും, പക്ഷെ ആ 2 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ ഇതാരും കാണുന്നില്ല, ഇതിന് ഒരു വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് അവർ അവിടെ നിർത്തും. കോണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ എങ്ങനെ തോന്നിയത്? ഞാൻ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി. അപ്പൊ നിങ്ങളെ ഫോണിലെടുത്ത വീഡിയോ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു പൊതുവെ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുമോ, ഞാനിപ്പോൾ ഇത് ആൾക്കാരെ നമ്മളറിയുന്നവരൊക്കെ ഇത് കാണുമല്ലോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് എവിടുന്നാണ് നിങ്ങൾ ഓവർകം ചെയ്യാൻ, എങ്ങനെയാണ് പറ്റിയത് നിങ്ങൾക്ക്? അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, നമ്മളെ ഫസ്റ്റ് ഞാൻ ക്ലാസ്സസ് ഇടുക എന്നുള്ളൊരു സംഭവത്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വെറുതെ 1-2 വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുത്തിടും, ആരും കാണുന്നില്ല. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, പിന്നീട് ഞാൻ നീറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ആരും നമ്മൾ വീഡിയോ ഫസ്റ്റ് ചെയ്യുന്നത്
നമ്മളെ ഫ്രണ്ട്സ് മറ്റൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ എന്നും ഒരു 50 ആളിൽ 100 ആളിരിക്കും ഇത് കാണുക. കുറച്ച് കഴിഞ്ഞ് അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഓരും കാണാതോ ഇയാൾ എന്നും ഇത് അയക്കുന്നത് പറഞ്ഞിട്ട്. പിന്നെ ഒരു ദിവസം ഞാൻ നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഇട്ടു. പിറ്റേത് രാവിലെ നോക്കിയപ്പോൾ 2000 ആൾക്കാർ ഒറ്റയടി കണ്ടിട്ടുണ്ട്. അപ്പം ദെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ്. ഞാൻ പറഞ്ഞ ഈ കോമ്പൗണ്ടിങ് എന്നുള്ള ഇപ്പോൾ ഈ പാഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക എന്ത് ഹൗ ദിസ് ഈസ് വർക്കിംഗ്. ഇതെന്ത് ഇത്ര ആൾക്കാർ കാണാൻ കാരണം, ഞാൻ അയച്ചു കൊടുക്കാൻ അല്ലാത്തൊരു ഓഡിയൻസിലോട് എത്താൻ കാരണം എന്താ? അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് ദിസ് ഹാസ് സം റെലവൻസ്. ഇത് താല്പര്യമുള്ളത് കേൾക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ആ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അപ്പം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങും. ഞാനിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്, പെട്ടെന്ന് എക്സ്പെരിമെന്റ് ചെയ്യും. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ വീഡിയോസ് ഒക്കെ പലതും ഞാൻ തന്നെയാണ്, ഭൂരിഭാഗം എണ്ണവും ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. ഐ ഡോണ്ട് വാണ്ട് എനി വൺ എൽസ്. എന്താ അതിന്റെ ടെക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പലതും ചെയ്യാറുള്ളത്. ആൻഡ് ഐ വാണ്ട് ടു ഡു തിങ്സ് അറ്റ് പേസ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് അല്ല. എന്താ ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി അത് വേണം ഇത് വേണം ഒരു റീൽ അങ്ങനെ വേണം ഇങ്ങനെ അതൊക്കെ ആലോചിക്കുന്നുണ്ടാവും, ഹുക്സും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ട് ഇന്നൊരാൾ ലൈറ്റും ഒരു ക്യാമറയും വെച്ച് വന്നിട്ട് ഇത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ടേ എനിക്കില്ല. ബിക്കോസ് കണ്ടന്റ് ക്രിയേഷനിൽ എനിക്ക് തോന്നിയുള്ള ഒരു സംഭവം ടൈമിങ് ഈസ് എവറിത്തിങ്. നമ്മൾ ആ കൃത്യമായിട്ടുള്ള ടൈമിൽ ഒരാൾക്ക് ഇപ്പം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഇന്ന് നീറ്റ് റിസൾട്ട് എന്തെങ്കിലും ഇന്ന് ഇടണം. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ആരും കാണാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഡൈല്യൂട്ടഡ്. അതിന്റെ വ്യൂവർഷിപ്പ് വിൽ ബി ഡൈല്യൂട്ടഡ്. ഇന്ന് പോകേണ്ട സാധനം ഇന്ന് പോയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആളുകൾ കാണുള്ളൂ. റൈറ്റ്? ആ ഒരു പേസിലാണ് ഞാൻ എപ്പോഴും കണ്ടന്റ് ക്രിയേഷനെ ഞാൻ കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്യണം. ഇഫ് ഇറ്റ്സ് ഫെയിലിംഗ് ലെറ്റ്സ് ഫെയിൽ ഫാസ്റ്റ്. നമുക്ക് പെട്ടെന്ന് ഫെയിൽ ആവാം. സോ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് കിട്ടും. എന്തായിരിക്കും ഹുക്ക്? ഞാൻ ഡാറ്റ കാര്യമായിട്ട് നോക്കുന്ന ആളാണ്. ഏത് വീഡിയോയിലാണ് കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്, ഏത് വീഡിയോയിലാണ് കൂടുതൽ ആളുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്, ഏത് വീഡിയോസിലാണ് കൂടുതൽ സേവ്സ് വന്നത്, ഈ സേവ്സ് ആണോ ഫോളോവേഴ്സ് ആണോ, എന്താണ് ഇത് വൈറാലിറ്റിയുടെ മാനദണ്ഡമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ള സംഭവങ്ങൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. അത് ആലോചിച്ച് നമുക്കത് ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് എന്താ പറയുക കുറേ ടൈം എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റൈറ്റ്? അപ്പോൾ ഇനി കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള എന്ത് കാര്യവും നമ്മൾ അതാണ് പറഞ്ഞത്, ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ഈ സ്കില്ല് എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഈ സ്കില്ല് എന്നുള്ളത് നമുക്ക് എന്താ പറയുക, നമ്മൾ കുറേ എക്സ്പെരിമെന്റേഷനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും കോഴ്സ് കണ്ട് മാത്രം ഇങ്ങനെ സ്കില്ല് അക്വയർ ചെയ്യാൻ പറ്റില്ല. ഈ സ്കില്ല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഈ ഫെയിൽ ഫാസ്റ്റ്. വി ഹാവ് ടു എക്സ്പെരിമെന്റ്, വി ഹാവ് ടു ഡു തിങ്സ്, വി ഹാവ് ടു ഡു ഹാൻഡ്സ് ഓൺ. നമുക്ക് ഈ ഒരു സ്കില്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടീമിന് വേണ്ടി ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വി ഹാവ് ടു ക്രിയേറ്റ് ദ MVP. നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എക്സാം എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്ന സമയത്ത് കോവിഡ് സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പം അത്രയും കാലം ഞാൻ ഈ ഒരു എന്താ പറയുക സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോസ് മാത്രം ഇട്ടിട്ടുള്ളത്, എന്നെ ആരും കണ്ടിട്ടില്ല. ഓക്കെ, ഓഡിയോ മാത്രം. അപ്പോൾ അടുത്ത ആലോചിച്ചത് എന്നെ കണ്ടിട്ടുള്ള വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനന്ന് കോവിഡ് സമയമാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ക്യാമറ സെറ്റപ്പോ അല്ലെങ്കിൽ ഹോളിലാൻഡിൻ്റെ മൈക്കോ അല്ലെങ്കിൽ റോഡിൻ്റെ മൈക്രോഫോണോ സംഭവങ്ങളൊന്നും ഇല്ല, ലൈറ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ എനിക്കൊരു ഐപാഡ് ഉണ്ട്, ഒരു ഫോണുണ്ട്. ഞാൻ രണ്ടിനും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഫോണിൽ എന്നെ റെക്കോർഡ് ചെയ്യും ഇത്. അപ്പോഴാണ് ഒരു ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണത് കേട്ടു. അപ്പോൾ എൻ്റെ ഉപ്പ ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ കൺസൾട്ടേഷൻ റൂമിൽ അവിടെ പുതപ്പായിട്ടിട്ടുള്ള പച്ച തുണിയുണ്ട്, അതെടുത്ത് ബാക്കിലിട്ടിട്ട് കൈൻ മാസ്റ്ററിലിട്ടിട്ട് ഇത് മാസ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 സാധനങ്ങളുടെ സൗണ്ട് എങ്ങനെ സിങ്ക് ചെയ്യണം, ഐപാഡിൽ റെക്കോർഡ് ആവുന്നുണ്ട്, ഫോണിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഈ സൗണ്ട് എങ്ങനെ സിങ്ക് ചെയ്യണം, ഞാനാണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്? അപ്പോൾ അത് ഞാൻ സിങ്ക് ചെയ്യാനുള്ള വഴികൾ എന്ത് ചെയ്ത് ഞാൻ കണ്ടെത്തി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്തു, ഞാൻ തന്നെ ഇട്ടു. എക്സാൻവൈ തുടങ്ങുന്നത് അങ്ങനെ ഒരു 1 man ആർമി ആയിട്ടാണ്. യൂട്യൂബിൽ തന്നെയാണ് യൂട്യൂബിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂട്യൂബ് ഇസ് ദ ബെസ്റ്റ് എക്സ്പെരിമെന്റേഷൻ പ്ലേസ്. നിങ്ങൾക്ക് എന്ത് ആപ്പ്, ഒരു വീഡിയോ ബേസ്ഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആപ്പ് നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു ആപ്പൊക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ യു ഷുഡ് പുട്ട് ഇൻ യൂട്യൂബ് ആൻഡ് സീ വെദർ ദാറ്റ് വർക്ക്സ്. ആൾക്കാർക്ക് താല്പര്യമുണ്ടോ, ആൾക്കാർക്ക് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെന്ത് ചെയ്തു, പിന്നെ ആ വീഡിയോസ് ഇപ്പോൾ ഞാൻ മാത്രം ക്രിയേറ്റ് ചെയ്താൽ പോരാ, കൂടുതൽ വിഷയങ്ങൾ വേണം. അപ്പോൾ ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ബാക്കിയുള്ളവർ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു എഡിറ്റർ ആവശ്യം വന്നു. ഇത് അങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യണത്. അല്ലാതെ നമ്മൾ ഫുള്ളൊരു ടീം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടന്റ് ക്രിയേറ്റർ ആവട്ടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് വാങ്ങിയിട്ട് നമ്മളൊരു ഓഫീസൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളവിടെ CEO ആയിട്ട് കയറി ഇരുന്നിട്ട് നമുക്കിത് ചെയ്യാം എന്നുള്ളതല്ല.